നമ്മളെ മൊബൈലിൽ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞിക്ക്. അതുപോലെ ഒരുപാട് ഉപകാരമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലും. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും മൊബൈലിൽ ജിമെയിൽ ഉപയോഗിക്കും. നമുക്ക് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒക്കെ വരുന്നത് ജിമെയിലിൽ കൂടിയാണ്. ഈ ജിമെയിലിൻ്റെ ഇൻബോക്സ് ആയാലും ഏത് ഭാഗമായാലും നമുക്ക് മൊബൈലിൽ ഒരു വിഡ്ജറ്റ് ആയിട്ട് എടുത്ത് വെക്കാം, ഒരു ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ അത് ചെയ്യേണ്ടേ? അതിന് നിങ്ങളെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്തൊന്ന് ലോങ് പ്രസ് ചെയ്താൽ വിഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. ഈ വിഡ്ജറ്റ് എടുക്കുക. വിഡ്ജറ്റ് എടുത്തിട്ട് താഴേക്ക് പോയിട്ട് ജിമെയിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് അത് ഹോം സ്ക്രീൻ കൊണ്ടാക്കുന്ന നേരം നമ്മളെ ഫോണിൽ ഒന്നിലധികം ഗൂഗിൾ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഏത് അക്കൗണ്ടാണ് ഷോർട്ട് കട്ട് വേണ്ടതെന്ന് ചോദിക്കും. ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഇൻബോക്സ് വേണോ ഇമ്പോർട്ടൻ്റ് വേണോ ഏതാ വേണ്ടതെന്ന് ചോദിക്കും. അത് നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇൻബോക്സ് സെലക്ട് ചെയ്ത്, ഇനി ഇൻബോക്സ് സെലക്ട് ചെയ്ത് അങ്ങ് കാണാം അതൊരു വിഡ്ജറ്റായിട്ട് ഇവിടെ വന്നത്. ഇത് നമുക്ക് ചെറുതാക്കി വലുതാക്കി ഒക്കെ ചെയ്യാം, ചെറിയതാക്കി വെക്കാം, വലിയതാക്കി വെക്കാം. ഇവിടുന്ന് നമുക്ക് നമ്മളെ ഇൻബോക്സിൽ വരുന്ന എല്ലാ മെയിലുകളും ഇവിടുന്ന് ആക്സസ് ചെയ്യുക, ഉപയോഗിക്കുക, ഓപ്പൺ ചെയ്ത് നോക്കുകയും ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന നേരം ഡയറക്റ്റ് നമ്മളെ മെയിലിലേക്ക് പോകും. അവിടുന്ന് നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ കേട്ടോ, ഈ അടുത്ത ദിവസം ഒരാളെന്നോട് ചോദിച്ചു, എന്താണ് ഇമെയിൽ എന്ന് പറയുന്നത്, എങ്ങനെ അത് അയക്കുക, എങ്ങനെ അത് സ്വീകരിക്കുക എന്നൊക്കെ. നമ്മളെ ഫോണിൽ ഏറ്റവും സേഫായിട്ടും സെക്യൂർ ആയിട്ടും നമുക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള വഴിയാണ് മെയിൽ ചെയ്യുക. മെയിലിൽ കൂടെ നമുക്ക് എന്ത് ഡോക്യുമെന്റും, ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ്, ഫയലുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യുക, റിസീവ് ചെയ്യുക. എങ്ങനെ ഇത് ചെയ്യുക, നമുക്ക് ഒരു ജിമെയിൽ എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം. ഞാൻ എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ താഴെ കമ്പോസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. പഴയ വർഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാകുക. ഈ കമ്പോസ് ക്ലിക്ക് ചെയ്യുക. കമ്പോസ് ക്ലിക്ക് ചെയ്താൽ നമ്മളെ മെയിൽ ഐ ഡി മേലെ കാണിക്കും. അതിൻ്റെ താഴെ 2 എന്നുണ്ടാവും. അവിടെ നമുക്ക് ആർക്കാണോ മെയിൽ അയക്കേണ്ടത് അവരെ മെയിൽ ഐ ഡി കൊടുക്കുക. അതിനുശേഷം സബ്ജക്റ്റ് എന്നുള്ളിടത്തിൽ നമുക്ക് എന്തിനെ പറ്റിയാണോ ഒരു സബ്ജക്റ്റ് എഴുതി കൊടുക്കുക. അതിനുശേഷം കമ്പോസ് ഇമെയിൽ എന്നുള്ളിടത്തിൽ എന്താണോ നമ്മളെ മാറ്റർ അത് എഴുതി കൊടുക്കാം. ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി എഴുതുന്നതാണ്. എഴുതിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഫയൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീഡിയോ അയക്കണമെങ്കിൽ വേറെ ഒന്നും കേട്ടോ, നമുക്ക് വീഡിയോ ഒക്കെ ക്വാളിറ്റി കുറയാണ്ട് 25 MB വരെയുള്ള വീഡിയോ നമ്മളെടുത്ത് അതേ ക്വാളിറ്റിയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല വഴിയാണ് ഈ മെയിൽ. അതിന് നമുക്ക് ഈ അറ്റാച്ച്മെന്റ് വീഡിയോ ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗാലറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ മേലെ ഒരു ചൊറഞ്ഞ കൊക്കയും കുളത്തും പോലത്തെ ഒരു സാധനം, അതിലൊന്ന് ഞെക്കിയാൽ അറ്റാച്ച് ഫയൽ എന്നുണ്ടാവും, ഇൻസെർട്ട് ഫ്രം ഡ്രൈവ് എന്നുണ്ടാവും. നമ്മൾ ഡ്രൈവിൽ സേവ് ചെയ്ത എന്തെങ്കിലും ഫയൽ എടുക്കേണ്ടതുണ്ടെങ്കിൽ ഇൻസെർട്ട് ഫ്രം ഡ്രൈവ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനിൽ കൂടെ എടുക്കുക. ഗാലറി എന്നാവുണ്ടെങ്കിൽ അറ്റാച്ച് ഫയൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫയൽ മാനേജർ ഓപ്പൺ ആവും. ഇവിടുന്ന് നമുക്ക് എന്ത് ഫയലാണോ വേണ്ടത്, ഇത് റീസെൻ്റ് ഉണ്ടാകുക. ഇവിടെ നമുക്ക് ബാക്കി ഫയലുകളൊക്കെ എടുക്കാം. ഏത് ഫയലാണോ വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നമ്മളെ മെയിൽ ഇത് വരും. ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്യുന്നേരം ഉള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫയൽ അവർ കണ്ടു കഴിഞ്ഞാൽ ഡിലേറ്റ് ആവണം, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഡിലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അല്ലെങ്കിൽ ഇതിനൊരു പാസ്വേഡൊക്കെ ഇട്ട് ഇനിയും സെക്യൂർ ആയിട്ട് അയക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. അതിന് ഈ 3 കുത്തിലൊരു കുത്തി കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യൽ മോഡ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് എക്സ്പയറി എന്നുള്ളിടത്തിൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് ഇത് ഡിലേറ്റ് ആവണമെന്നുള്ള 1 ഡേ, 1 വീക്ക്, 1 മന്ത് അങ്ങനെ ഏതാ വേണ്ട സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പാസ്വേഡ് ഇവിടുന്ന് നമുക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം. SMS പാസ്വേഡ് എടുത്തിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അന്നേരം പാസ്വേഡ് ഇട്ട് സെൻഡ് ചെയ്യുന്ന നേരം നമ്മൾ എന്ത് പാസ്വേഡാണോ ഇട്ടത് ആ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്തിട്ട് അവരെ അറിയിക്കണം, അല്ലെങ്കിൽ മറ്റൊരു മെയിൽ കൂടെങ്കിലും അറിയിക്കണം. എന്നാലും അവർക്ക് ഇത് ഓപ്പൺ ആകാനാവും. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഏരോ മാർക്കില്ലേ, ഈ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആർക്കാണോ മെയിൽ ചെയ്ത് അവർക്ക് അത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന മെയിലുകൾ ഇവിടുന്ന് നമുക്ക് ആക്സസ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഇതിന് ഈ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കുകയും ചെയ്യാം. അപ്പം ജിമെയിലായിട്ട് ബന്ധപ്പെട്ട ഈ 2 സംഗതികൾ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കിട്ട് നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്കും. അപ്പോൾ ആ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.